ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശാന്തി ശാന്തി ശാന്തി. സാക്ഷാത് പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ കോടി കോടി പ്രണാമം. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഗുരുവിൻ്റെ ദർശനത്തെ, കൃതികളെ, സന്ദേശങ്ങളെ ഒക്കെ പരമപവിത്രതയോടുകൂടി എല്ലാവരിലും എത്തിക്കുന്ന ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ മുഖ്യ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രതീഷ് ജി, മുഖ്യ അഡ്മിൻ ബഹുമാനപ്പെട്ട ഉദയൻജി, കോഓർഡിനേറ്റർ ബഹുമാന്യനായ റെജിജി, മറ്റ് അഡ്മിൻസ് ആദരണീയരായ ഉഷാജി, ഉഷാ മുരളീജി, സുധാജി, ഇന്ദുജി, അംബികാജി, ബീനാജി, രാജേഷ് ജി, മറ്റ് എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ 8ാമത് വാർഷികം ഇന്നും നാളെയുമായി ഈ ക്ഷേത്രമുറ്റത്ത് നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. ഗുരുവിൻ്റെ സുന്ദരമായ കൃതികളുടെ ആലാപനത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയും നൃത്തങ്ങളിലൂടെയും ഒക്കെ ശ്രീനാരായണ പരമഹംസദേവന്റെ വ്യത്യസ്തമായ ഭാവങ്ങളെ, വ്യത്യസ്തമായ മുഖങ്ങളെ പരിചയപ്പെടാനും ഉള്ള ഒരു ഭാഗ്യമാണ് ഈ 2 ദിവസങ്ങളിലായി നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നവമാധ്യമത്തിലൂടെ ഈ ഒരു കൂട്ടായ്മയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനോടും ഒരിക്കൽ കൂടി ഗുരുനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. നാം ശരീരമല്ല, അറിവാകുന്നു. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇതാണല്ലോ ഗുരുവിൻ്റെ സത്യദർശനം. ഏതൊരു ബ്രഹ്മസത്യത്തെയാണോ അറിഞ്ഞത്, ആ പരമമായ അറിവ് തന്നെ, അതിനപ്പുറം ഒന്നുമില്ല. നാം ശരീരമല്ല, ഞാൻ ഈശ്വരനാകുന്നു. അവതാരകൃത്യമായ ധർമ്മസ്ഥാപനമെന്ന മഹാദൗത്യത്തിനിടയിൽ ഗുരു തൃക്കരങ്ങളാൽ കുറിച്ചിട്ടതാണ് ഈ സൂക്തം. മഹാഗുരു ഈശ്വര സ്വരൂപനാണ്. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ഈശ്വര സാക്ഷാത്കാരം നേടുന്നവൻ ഈശ്വരനാകുന്നു എന്ന ഉപനിഷത്ത് മന്ത്രം ഈ സത്യത്തെ ഉദ്ഘോഷിക്കുന്നു. ഗുരുവിൻ്റെ ലീലാനാടകം ശ്രദ്ധിക്കുമ്പോൾ ഇക്കാര്യം കൂടുതലായി ബോധ്യപ്പെടും. ജനിച്ചപ്പോൾ കരഞ്ഞില്ല. ദീനാനുകമ്പ ബാല്യം മുതലേ ഗുരുവിലുണ്ടായിരുന്നു. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള അതിയായ ആഗ്രഹം ചെറുപ്പം മുതലേ കാണപ്പെട്ടിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസാനന്തരം മരുത്വാമലയിൽ നിരവധി വർഷം തപോനിരതനായി ഗുരു കഴിച്ചുകൂട്ടി. സത്യാന്വേഷണ തൽപരനായി നീണ്ട വർഷങ്ങൾ പരിവ്രജനം ചെയ്തതിൻ്റെ ഫലമായി 1 കോടി ദിവാകരരൊത്തുയരുന്നത് പോലെ ഈശ്വരപ്രകാശം ഉള്ളിൽ തെളിഞ്ഞു. സകലമഴിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റ മഹസ്സിലായി തീർന്നു. സകല സംശയങ്ങളും തീർന്ന് കർമ്മങ്ങളും കർമ്മഫലങ്ങളും അവസാനിച്ച് ആഴമേറുന്ന ഈശ്വരമഹസ്സിൽ കൃതകൃത്യനായി തീർന്ന ഗുരു. ഈ ഈശ്വര മഹിമ ഏവർക്കും കിട്ടട്ടെ എന്ന് നനച്ച് പതിതകാരുണികനായ ശ്രീനാരായണ പരമഹംസൻ ലോകമംഗളത്തിനായി
ലോക സംഗ്രഹ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുകയാണ് ഉണ്ടായത്. ഇരുളിന്റെ ലോകത്ത് മാത്രം ജീവിക്കുന്നവന്റെ ജീവിതം എത്രമാത്രം ദുരിതപൂർണമായിരിക്കും. പ്രകാശത്തെപ്പറ്റി അവർ അറിയുന്നതേയില്ല. അറിവില്ലായ്മയാകുന്ന കൂരിരുട്ടിൽ കഴിയുന്ന അവർക്ക് ആത്മസൂര്യന്റെ ഉജ്ജ്വല കിരണങ്ങളും പ്രകാശവും ചൂടും ഒന്നും അറിയാൻ അജ്ഞാനാന്ധകാരം ബാധിച്ചവന് കഴിയില്ലല്ലോ. ഈശ്വര മഹിമ എന്തെന്നറിയാതെയാണ് പാവങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ അധർമ്മം നിലനിന്നിരുന്ന വർത്തമാനകാലത്തെ കണ്ടറിഞ്ഞ ഗുരു അധർമ്മ സംഹിതകളെയെല്ലാം സുസ്മേരവദനായി മാറ്റിമറിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് ലോകർ കണ്ടത്. ആരെയും വേദനിപ്പിക്കാതെ അധർമ്മത്തെ ഉന്മൂലനം ചെയ്യുന്ന അന്ധതയിൽ ആണ്ടുകിടന്നവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കി അവരുടെ ജീവിതം പ്രകാശപൂരിതമാക്കി തൻ്റെ അടുത്തു വന്ന നൂറുകണക്കിന് മഹാത്ഭുതങ്ങൾ അവതാരകൃത്യ നിർവഹണത്തിനിടയിൽ ചെയ്യുകയുണ്ടായി. അറിവിന്റെ മഹാപ്രകാശമേകുന്ന കരുണാമൂർത്തി 72 വർഷത്തെ അവിടുത്തെ ജീവിത നാടകം പരിശോധിക്കുമ്പോൾ ഗുരുവിനെ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ മഹാഗുരുവിന്റെ പാദങ്ങളിലേക്ക് സാഷ്ടാംഗം പ്രണമിച്ചു പോകുന്നു. സർവലോകാനുരൂപനായ മഹാഗുരുവിന്റെ അപൂർവത മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ ജീവിത കഥാമൃതം തന്നെ അറിയണം. ഗുരുവിന്റെ ആത്മകഥ തന്നെ വായിക്കണം. ഗുരുദേവ കൃതികൾ തന്നെയാണ് ഗുരുവിന്റെ ആത്മകഥ. ഗുരു ആരാണ്, എന്താണ് എന്നൊക്കെ അവിടുന്ന് സവിസ്തരം കൃതികളിൽ വിവരിച്ചിട്ടുണ്ട്. സുബ്രഹ്മണ്യ കീർത്തനം 12-ാം ശ്ലോകത്തിൽ സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടി തട്ടി പെരുക്കി പെരുവെളിയതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. സ്വാനുഭവം ഗുരു വിവരിക്കുന്നു. എൻ്റെ അജ്ഞാനമെല്ലാം മാറിയിരിക്കുന്നു. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മസൂര്യൻ ഇതാ പ്രകാശിക്കുന്നു. ഞാനിതാ പെരുവെളിയായിരിക്കുന്നു, ആത്മരൂപം ആയിരിക്കുന്നു. അവിടുന്ന് ഈശ്വര സ്വരൂപനാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ. സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമാണ് അവിടുന്ന്. ബ്രഹ്മാണ്ട കടാഹത്തിൽ എവിടെയും വിലമതിയാതെ ഉദിക്കുകയും കെടുകയും ചെയ്യാത്ത 3 കാലങ്ങളിലും മാറ്റമില്ലാതെ ഈ ആത്മചൈതന്യം സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കുന്നതാണ് ആ കരുവെന്ന് മഹാഗുരു വെളിപ്പെടുത്തുന്നു. ആ അറിവ് സ്വരൂപമാർന്ന് ഗുരുവിൽ പ്രകാശിച്ചു. യാതൊരു മറയുമില്ലാതെ നാമും ദൈവവും ഒന്നായി തീർന്നു. ആത്മവിലാസം എന്ന കൃതിയിൽ ഗുരു വെളിപ്പെടുത്തുന്നു. മറമാറി തെളിഞ്ഞു കണ്ട സ്വസ്വരൂപം ജിജ്ഞാസുക്കളോട് ഗുരു ഉപദേശിക്കുന്നു. തന്നിൽ താനായി പ്രകാശിക്കുന്നത് ബ്രഹ്മപ്രകാശം തന്നെ എന്നറിയാൻ ഗുരുവിലും വേദാന്തവാക്യത്തിലും അടിയുറച്ച വിശ്വാസത്തോടെ ഇടതടവില്ലാതെ സാധന തുടർന്നുകൊണ്ടേയിരിക്കണമെന്നാണ് ഗുരു നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഛാന്തോക്യോപനിഷത്തിൽ ഉദ്ദാലക മഹർഷിയുടെ പുത്രനായിരുന്ന ശ്വേതകേതുവിനെ 12ാമത്തെ വയസ്സിൽ ഗുരുകുലത്തിൽ പഠിക്കാൻ അയച്ചു. 12 വർഷത്തെ പഠിത്തമൊക്കെ പൂർത്തിയാക്കി ശ്വേതകേതു വീട്ടിലേക്ക് മടങ്ങി. ഞാനെല്ലാം നേടിയെന്നുള്ള അഹംഭാവത്തോടുകൂടി വരുന്ന മകനെ അച്ഛൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, കുഞ്ഞെ, ഏതൊന്നിനെ അറിഞ്ഞാൽ പിന്നെയൊന്നും അറിയാനുണ്ടാവില്ല. ആ സത്യത്തെ ഗുരുനാഥൻ നിന്നെ പഠിപ്പിച്ചില്ലേ? ശ്വേതകേതുവിന് അച്ഛൻ്റെ ചോദ്യം തന്നെ മനസ്സിലായില്ല. അച്ഛൻ ശ്വേതകേതുവിനെ ഉപദേശിച്ചു കൊടുത്തു, കുഞ്ഞെ, ഒരു മൺകട്ടയെ വേണ്ടതുപോലെ അറിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ മൺകുടം, ചട്ടി, കലം എന്നിവയെല്ലാം അറിയാൻ പറ്റും. അവയെല്ലാം വെറും പേരുകൾ കൊണ്ട് വേർതിരിയുന്ന മണ്ണിന്റെ രൂപാന്തരങ്ങൾ മാത്രമാണ്. അവയിലൊക്കെ മണ്ണ് മാത്രമാണ് സത്യമായിട്ടുള്ളത്. അങ്ങനെ വിവരിച്ചുകൊണ്ട് അച്ഛൻ മകനായ ശ്വേതകേതുവിനെ ആ പരമമായ സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഒരുങ്ങി. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞെ, ഈ കാണുന്ന സർവവും ആരംഭത്തിൽ സത്ത് മാത്രമായിരുന്നു. അത് രണ്ടില്ലാത്ത ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഉദാഹരണ സഹിതം അച്ഛൻ മകനെ പഠിപ്പിച്ചു. എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ബോധത്തിന്റെ ഉണ്മയുടെ നാമരൂപങ്ങൾ മാത്രമാണ്.
ഈ രഹസ്യം ശ്വേതകേതുവിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞെ, ആ ബോധവസ്തു അതീവ സൂക്ഷ്മമാണ്. ഈ കാണുന്ന സർവവും അത് തന്നെയാണ്. അല്ലയോ ശ്വേതകേത, നീയും അതുതന്നെയാണ്. മഹത്തായ ഈ ഉപനിഷത് ദർശനം സുവ്യക്തം സ്വാനുഭവപ്പെടുത്തിക്കൊണ്ടാണ് ഭഗവാൻ മൺപാത്രങ്ങളിൽ മണ്ണെങ്ങനെയോ അതുപോലെ സകല ചരാചരങ്ങളിലും അകവും പുറവും ഏതൊന്ന് വ്യാപിച്ചിരിക്കുന്നുവോ അതാണ് സത്യം എന്ന് പറഞ്ഞത്. നാം ശരീരമല്ല, അറിവാകുന്നു. ഗദ്യപ്രാർത്ഥനയിലെ പരമം പ്രധാനമായ വചനമാണ് ഇത്. നീർപ്പോള പോലെ അനിത്യവും സ്വപ്നതുല്യവുമായ വെറും ശാരീരിക സത്തയല്ല നമ്മൾ, സകലതിനും ആധാരമായി നിൽക്കുന്ന അറിവാണ്. ഉപനിഷത്തുക്കളുടെ സാരസർവസ്വമായ സത്തയാണ് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ 5-ാമത്തെ ശ്ലോകത്തിലൂടെ ഗുരു നമുക്ക് വെളിപ്പെടുത്തി തന്നത്. പ്രജ്ഞാനം ത്വഹമസ്മി തത്വമസി തത് ബ്രഹ്മായം ആത്മേതി സംഗായൻ വിപ്രചര പ്രശാന്തമനസാ ത്വം ബ്രഹ്മബോധോദയാത് പ്രാരബ്ധം ഖലു സഞ്ചിതം തവ കിം ആഗാമി ക്വ കർമാപ്യസത് ത്വയ്യത്യസ്തമതോ അഖിലം ത്വം അസി സച്ചിന്മാത്രമേകം വിഭുഃ. ഞാൻ പ്രജ്ഞാനമാകുന്നു, അതു നീയാകുന്നു. ഈ ആത്മാവ് ഈ ബ്രഹ്മം ആകുന്നു. ഈ സാക്ഷാത്കാര അനുഭവം നിരന്തരം ഗാനം ചെയ്തുകൊണ്ട് ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും അടങ്ങി പ്രശാന്ത മനസ്സോടെ ജീവിക്കുക. ഇത്രയും ആയാൽ നിനക്ക് പ്രാരബ്ധ കർമ്മങ്ങൾ ബാധിക്കില്ല. സഞ്ചിത കർമ്മവും ഇല്ലാതാകും. അതുപോലെ തന്നെ ആഗാമിക കർമ്മവും ഇല്ലാതാകുന്നു. കർമ്മങ്ങൾ പോലും നിന്നിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നതാകുന്നു. അതുകൊണ്ട് നീ തന്നെയാണ് സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്കെല്ലാം ഏകാശ്രയമായ ഈശ്വരൻ. സ്വയം ജീവൻ മുക്തനായി തീർന്നിട്ട് മാനവരാശിക്ക് മുഴുവൻ ജീവൻ മുക്തി മാർഗം തെളിച്ചു തന്നു ഗുരു. ഗുരു അവിടത്തേക്കായി ഒന്നും ചെയ്തില്ല. അപരന് വേണ്ടി അഹർനിശം പ്രയത്നം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കൃപാലുവായതുകൊണ്ട് ജഗത്തിന്റെ ഹിതത്തിനായി പ്രതിഫലം ഇച്ഛിക്കാതെ കരുണാമയനായ ആ ജഗദീശ്വരൻ നല്ലത് മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. യാതൊരു ഭേദചിന്തകളുമില്ലാത്ത ഒരു സത്യദർശിക്ക് മാത്രമേ ഒരു പീഡ ഇറമ്പിന് പോലും വരുത്തരുതെന്നും എല്ലാവരും ആത്മസഹോദരങ്ങളാണെന്നും ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം, നിത്യം വാഴണം വാഴണം സുഖം എന്നുള്ള ബ്രഹ്മതത്വം പ്രസരിക്കൂ. ആ മഹാഗുരുവിൻ്റെ നമുക്ക് മാനവരാശിക്ക് മുഴുവൻ ജീവൻ മുക്തി മാർഗം ഉപദേശിച്ചെന്ന മഹാഗുരുവിൻ്റെ പാദാബ്ജങ്ങളിൽ അർച്ചന ചെയ്തുകൊണ്ട് എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം വിജയിക്കട്ടെ.